ഇത് പണക്കാട് കുടുംബത്തെ ദുർബലപ്പെടുത്തുമോ അതോ ശക്തിപ്പെടുത്തുമോ ഇപ്പോഴത്തെ ഈ ചേരിപ്പോര്? രാഷ്ട്രീയമായി എന്തൊക്കെ പ്രതിഫലനങ്ങൾ ഉണ്ടാകാം? രതീഷ്, സങ്കീർണമാണ് സാഹചര്യം. ലീഗും സമസ്തയും ഒക്കെ പലതവണ മുൻകാലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഇടയ്ക്ക് നിന്ന് മധ്യസ്ഥ ശ്രമം നടത്തി ഒത്തുതീർപ്പ് നടത്തിയിരുന്നതാണ് പാണക്കാട് കുടുംബം തറവാട്. ആ കുടുംബമാണ് ഇപ്പോൾ സാദിഖലി തങ്ങളുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു പോരിന് രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. സ്വന്തം മഹല്ലുകളെ സംഘടിപ്പിച്ച്, ഈ പാണക്കാടിനെ കാസിയാങ്ങിയിരിക്കുന്ന മഹല്ലുകളെ സംഘടിപ്പിച്ച് ആ രീതിയിൽ മുന്നേറ്റം നടത്തുന്നു. സമസ്തയുടെ തന്നെ സ്ഥാപനങ്ങളിൽ സമ്മേളനങ്ങളിൽ നിന്ന് സമസ്ത നേതാക്കന്മാരെ വെട്ടിമാറ്റുന്നു. ആ രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ സമസ്തയിൽ പോയി ഉയർന്നിരിക്കുന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ അടിച്ചമർത്തി തന്നെ മുന്നോട്ട് പോകുമെന്ന ഉറച്ച പ്രഖ്യാപനത്തോടുകൂടി പാണക്കാട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മുസ്ലിം ലീഗിന് ഉയരുന്ന വലിയൊരു തലവേദന, മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും വോട്ട് ബാങ്കിനാണ് ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നത്. അതിനെതിരെയാണ് പാണക്കാട് നിന്നും ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ തിരിച്ചടി അല്ലെങ്കിൽ ഏത് രീതിയിൽ അത് പ്രതിഫലിക്കുമെന്ന ആശങ്കയുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെയും അപ്പം തന്നെ പാണക്കാടിന്റെയും ഒക്കെ സംഘടനാ രാഷ്ട്രീയ ബലത്തിന്റെ മേൽ സമസ്തയ്ക്ക് മേലുള്ളൊരു നിയന്ത്രണം ഇപ്പോഴും പാണക്കാടിനും മുസ്ലിം ലീഗിനും ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ആ നിയന്ത്രണം അങ്ങനെ സംഘടനാപരമായി നിലനിൽക്കുമ്പോഴും അടിത്തട്ടിൽ വോട്ടിൽ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന ആശങ്ക. മുസ്ലിം ലീഗ് നേതൃത്വത്തിനകത്ത് ഇത്തരം ആശങ്കകൾ പങ്കുവെക്കുന്ന നേതാക്കന്മാരുണ്ട്, പല നേതാക്കന്മാരുമുണ്ട്. പക്ഷേ പാണക്കാടിന്റെ പ്രതാപം വെച്ച് അത്തരം ആശങ്കകൾ തൽക്കാലം മാറ്റിവെച്ച് പാണക്കാടിന്റെ തീരുമാനത്തിന് പിന്നിൽ നിൽക്കുക മാത്രമേ ഇപ്പോൾ മുസ്ലിം ലീഗിൽ ഇത്തരം ആശങ്കകളുള്ള നേതാക്കന്മാർക്ക് പോലും വഴിയുള്ളൂ എന്നുള്ളതാണ് സാഹചര്യം. പക്ഷേ അതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും മലബാറിൽ സമസ്ത പ്രവർത്തകർക്ക് വലിയ സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാം എന്നുള്ള ഒരു പ്രചരണം അല്ലെങ്കിൽ അത്തരം ഒരു മറുപടിയാണ് ഇപ്പോൾ സമസ്തയുടെ ഈ പ്രത്യേകിച്ചും SYSന്റെയും SKSSന്റെയും ഒക്കെ സമസ്തയുടെ യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് പരസ്പരം ഒരു കോംപ്രമൈസ് ചെയ്ത് പോകുന്ന സാഹചര്യം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് ലീഗിനെ ആശങ്കപ്പെടുത്തുന്നത്. ശരി, മുഹമ്മദ് ഷഹീദാണ്.